പറയാനുള്ളത് നമ്മുടെ സഞ്ജു ടെക്കിനെ കുറിച്ച് ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യേണ്ട കാരണങ്ങളൊന്നും കിട്ടില്ല. കാരണങ്ങൾ ഉണ്ട് ഇല്ല, എന്നാലും ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ലൈസൻസ് ഇല്ല. ഇപ്പൊ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്, വണ്ടി വേറെ ആയിരിക്കും ഓടിക്കുന്നുണ്ട്, ലൈസൻസ് കട്ടായതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ ഒരു വഴിക്കില്ലടല്ലോ, അതൊക്കെ പോട്ടെ, അതൊന്നായിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇല്ലട്ടല്ല, ഇപ്പൊ സഞ്ജു ടെക്കിക്ക് അടുത്തൊരു പണി വരുന്നുണ്ട് ഇല്ലട്ട. നിങ്ങൾ അറിഞ്ഞോ? ഒരു മുട്ടൻ പണി ഇല്ലട്ടല്ലോ. സഞ്ജു ടെക്കി റിലേഷൻ ആയിരുന്ന സമയത്ത് നീതു ബേബി അറിയാലോ, സഞ്ജു ടെക്കിയുടെ ഓൾഡ് ലവർ, എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നീതു ബേബി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് സഞ്ജു ടെക്കി ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിൽ നിന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു 2011-16 ഇല്ലട്ടല്ലേ. ഒരു മിനിറ്റ് നോക്കട്ടെ, 2016 ഓഗസ്റ്റ് ടൈലല്ലേ, ഇല്ല 2021 ഓഗസ്റ്റ് 2021 ടൈലല്ലേ. ഏകദേശം ഒരു 3 മാസം മുമ്പ് ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ നിന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഡയറക്ഷൻ വന്നിട്ട് വിഘ്നേഷ് ഗിരീഷ് എന്നൊരു വ്യക്തിയാണ്. പുള്ളിക്കാരാണ് ഡയറക്റ്റ് ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും എല്ലാം ഓവറോൾ പുള്ളിക്കാരാണ്. അഭിനയിച്ചത് മാത്രം നമ്മുടെ സഞ്ജു ടെക്കിയും നമ്മുടെ നീതു ബേബിയും അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ സോങ് ഇറങ്ങുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ ചോദിച്ചു, ഡയറക്ടറായ വിഘ്നേഷ് ഗിരീഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സഞ്ജു ടെക്കിയോട്, എടാ കോപ്പിറൈറ്റ് ഒക്കെ തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞില്ല, നമ്മൾ അങ്ങനെയൊന്നുമില്ല മച്ചായ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, സഞ്ജു ടെക്കി അതിനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെതിരെ സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ്. പുള്ളിക്കാരുടെ വീഡിയോ വന്നിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ഓൾറെഡി ബ്രേക്കപ്പ് ആയല്ലോ, അപ്പൊ പിന്നെ ആ ഒരു വീഡിയോ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ആ വീഡിയോ വെക്കും, മനസ്സിലായില്ലേ? എന്താ സംഭവിച്ചിട്ടില്ല? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മള് കുറെ ഭാര്യയും ഭർത്താവായിരുന്ന നടന്മാരൊക്കെ ഉണ്ടാവും, എന്ന് വെച്ചാൽ നടിമാരുണ്ടാവും, അവരെ അഭിനയിച്ച് കുറെ പടങ്ങളുണ്ടാവും. അവര് ഇപ്പോൾ ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ അവര് ഡിവോഴ്സ്ഡ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പടം മാറ്റി വേണ്ടെന്ന് വെക്കണല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ. അതുപോലെയാണ് ഇതും, മനസ്സിലായില്ലേ? ഇതെന്ത് സഞ്ജു ടെക്കി അങ്ങനെ ഒരു സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇറ്റ്സ് മിസ്റ്റർ വി റിയാക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഘ്നേഷ് ഗിരീഷിന്റെ ഒരു വീഡിയോ വന്ന് ആ ഒരു ചാനലിൽ വീഡിയോ വന്നിട്ടില്ല. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വളരെ വിഷമം ഉള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ അബൌട്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഓഗസ്റ്റ് 22-ാം തീയതി ഞാനൊരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സോങ്ങിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം എഴുതി കാണിക്കും, ലിറിക്സ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് ഗിരീഷ്. ആ വിഘ്നേഷ് ഗിരീഷാണ് ഞാൻ. ഈ പറഞ്ഞ സഞ്ജു ടെക്കി അയാൾ ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ട് ആ ഒരു വീഡിയോ സോങ്, അതെന്റെ പാട്ടാണ്, ഞാൻ എഴുതി സംവിധാനം ചെയ്ത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത, അതായത് വീഡിയോ ഡയറക്റ്റ് ചെയ്ത എന്റെ പാട്ട്. അതിൽ ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തിയും നീതു എന്ന് പറയുന്ന അന്നത്തെ ഗേൾഫ്രണ്ടും അഭിനയിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോങ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൽ സ്റ്റോൺ പ്രൊജക്റ്റ് ആയിരുന്നു. കാര്യം എനിക്ക് നാഷണൽ റെക്കോർഡ് വരെ എത്തിച്ചു തന്ന, ഏഷ്യ റെക്കോർഡ് വരെ എത്തിച്ചു തന്ന എൻ്റെ പാട്ടായിരുന്നു. അത് മാത്രമല്ല, പിന്നീട് ഞാനിപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിനും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാര്യം ഏറ്റവും പ്രായം കുറഞ്ഞ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മ്യൂസിക് കമ്പോസർ ടു ബി ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ലിറിസിസ്റ്റ് ആൻഡ് ഡയറക്ടർ, വീഡിയോസ് ഡയറക്ട് ചെയ്ത ആൾ ഞാനാണ്. അപ്പോൾ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എന്നെ എത്തിച്ചത് ആ ഒരു വീഡിയോ സോങ്ങാണ്. ആ വീഡിയോ സോങ്ങാണ് ഇപ്പോൾ സഞ്ജു ടെക്കി സ്ട്രൈക്ക് തന്ന് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് തന്നിട്ടുണ്ട്. എനിക്കിതിലൊന്നും അതിശയമില്ല. കാര്യം കലയും കലാപരമായിട്ടുള്ള അച്ചീവ്മെന്റ്സും പറയണമെങ്കിൽ അയാൾ ഒരു കലാകാരനായിരിക്കണം, പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ. സഞ്ജു ടെക്കിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് തരം കോണ്ടന്റ് ആണ് ചെയ്യുന്നതെന്നോ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടൊന്നും ഞാൻ വരുന്നില്ല. എന്ത് തരം ലൈഫ് സ്റ്റൈൽ ആണെന്നുള്ളതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഞാൻ വരുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടേണ്ട അച്ചീവ്മെന്റ് ആയിരുന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ പോകേണ്ട ഞാൻ ആ സോങ് യൂട്യൂബിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ ആ സോങ് അന്ന് എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഞാൻ ഇറക്കി എന്നതിന് ഒരു തെളിവുമില്ലാതായിട്ട് എൻ്റെ അച്ചീവ്മെന്റ്സ് എല്ലാം അവിടെ കൊണ്ട് നിലച്ചു എന്നായിരിക്കും സഞ്ജു ടെക്കി വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ സോങ്ങിൽ സഞ്ജു ടെക്കിയും അതുപോലെ തന്നെ നീതുമാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നീതു വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് ടേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ചീവ്മെന്റ് ആണ്, ഞാൻ ചെയ്ത വർക്കാണ്, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, അതെനിക്ക് മനസ്സിലാവും, അതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് കാരണം ഒരു പാട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് എടുത്ത് മാറ്റാൻ നടക്കും. ഒരുപാട് ഈ പറയുന്ന ആക്ടേഴ്സും ഒക്കെ ആദ്യം ഒരുമിച്ച് നിന്നിട്ടുണ്ട്, പിന്നെ മാറിപ്പോയിട്ടുണ്ട്. അത് മാത്രമല്ല, അന്ന് ഞാൻ ഈ സഞ്ജുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനി എന്തെങ്കിലും ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? അപ്പോൾ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാനല്ലേ ചെയ്യേണ്ടത്. അന്ന് അയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാര്യം ഈ ഒരു സോങ് ചെയ്യാനുള്ള കാര്യത്തിലൊക്കെ. അന്ന് ഇതുമായിട്ട് റിലേഷനിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് എനിക്ക് പേഴ്സണൽ ലൈഫിലോട്ട് കൈകടത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ എന്നോട് സഞ്ജു ടെക്കിക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതിയാവും, എടാ ഇതൊന്ന് പ്രൈവറ്റ് ആക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ റിലേഷൻ വരുന്ന സമയത്തുള്ള വീഡിയോ ഇതൊന്ന് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്ന് ഇത് റിലീസ് ചെയ്തു എന്ന് കാണിക്കാനുള്ള തെളിവെങ്കിലും ഉണ്ടായിരുന്നു യൂട്യൂബിൽ. പക്ഷെ ഇപ്പോൾ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് ടേക്ക് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാനും, അതുമല്ലെങ്കിൽ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് കളയാനോ ഞാൻ തയ്യാറായിരുന്നു. എന്നെ അറിയിക്കാതെ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന്
ഈ പറയുന്ന സഞ്ജു ടെക്കി പൈസ ഒന്നും ചെലവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രൊജക്ട് ഓൺ ചെയ്തതും അത് റൺ ചെയ്തതും ഞാൻ തന്നെയാണ്, അത് പ്രൊഡ്യൂസ് ചെയ്തതും ഞാൻ തന്നെയാണ്. അപ്പോൾ ആ വക കാര്യങ്ങളിലൊന്നും സഞ്ജു ടെക്കി യാതൊരുവിധ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല. കലയും കലാപരമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തി ഒരു കലാകാരനായിരുന്നിരിക്കണം. അതല്ലാത്ത പക്ഷമായതുകൊണ്ടാണ് യാതൊരു വിലയും കൂടാതെ വിലയും നൽകാതെ എന്റെ വീഡിയോ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വഴി റിമൂവ് ചെയ്ത് കളഞ്ഞത്. എന്റെ പാട്ട് ഞാൻ എഴുതി സംവിധാനം ചെയ്ത എന്റെ പാട്ടാണ്, എന്റെ വീഡിയോ സോങ് ആണ് ഈ പറയുന്ന സഞ്ജു ടെക്കി സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഇറക്കിയ ഒരു സോങ് ആണ്. അതിൽ ഞാൻ ഒരുപാട് എഫേർട്ടും ഇട്ടിട്ടുണ്ട്, എന്റെ പൈസയും ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ നാഷണൽ റെക്കോർഡ് വരെ എത്തിയ എന്റെ ആ ഒരു സോങ് അത് ഇനി ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ പോകേണ്ട അച്ചീവ്മെന്റ് കൂടിയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ഒരു LLB സ്റ്റുഡന്റ് ആണ്, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കേസ് ഫയൽ ചെയ്യാൻ വിചാരിക്കും. എനിക്കുണ്ടായ ഡാമേജ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ അത് കാര്യം ഇത്രയും അച്ചീവ്മെന്റിലേക്ക് എത്തണം. അതാണ് ഈ ഘടകം, മനസ്സിലായില്ലേ? നാഷണൽ റെക്കോർഡ് വരെ കിട്ടിയ ഒരു പാട്ടാണ്, ഇപ്പോൾ അടുത്ത് ഗിന്നസ് റെക്കോർഡ് വരെ എത്താനുള്ള ഒരു സാധ്യതയുള്ള ഒരു പാട്ടായിരുന്നു. അത് റിമൂവ് ആയി പോയിരിക്കുകയാണെങ്കിൽ അതായത് നമ്മളെ വിചാരിച്ചു സ്ട്രൈക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ, ബട്ട് സ്ട്രൈക്ക് കൊടുത്തു യൂട്യൂബിൽ തന്നെ റിമൂവ് ആയിരിക്കുകയാണ്. അതാണ് സഞ്ജു ടെക്കി കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ പുള്ളിക്കാർ ചെയ്യുന്നുണ്ട് ഇതിലുള്ള. അപ്പം നമ്മുടെ മിസ്റ്റർ വിഘ്നേഷ് എന്ന് പറയുന്നത് ഇതിലുള്ള ഡയറക്ടർ ചെയ്ത ആൾ പറയുന്നത് നിയമപരമായിട്ട് തന്നെ നീങ്ങുമെന്നാണ്. എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു റെക്കോർഡ് കിട്ടിയത് കാണിക്കാൻ, ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കൂടി കാണിക്കാനുള്ളൊരു വീഡിയോ ഇല്ല. ആ വീഡിയോ അങ്ങനെ യൂട്യൂബിൽ നിന്ന് പോയിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇപ്പം നീതു എന്ന കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഒന്ന് കളയാൻ പറഞ്ഞിട്ട്, പക്ഷെ ആ കുട്ടി അങ്ങനെ ചെയ്തൊന്നുമില്ല. ബട്ട് സഞ്ജുവും കൂടി പറഞ്ഞു, സഞ്ജു പറഞ്ഞതാണെങ്കിൽ പുള്ളിക്കാരൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് കാണിക്കായിരുന്നു, അതാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിക്കായിരുന്നു, ഇങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു അച്ചീവ്മെന്റ് കാണിക്കായിരുന്നു. ബട്ട് അതില്ല. ഇപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെതിരെ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ യൂട്യൂബ് വീഡിയോ ഡിലേറ്റ് ആയി പോകുന്നില്ല, റിമൂവ് ആയി പോകും. അപ്പോൾ സഞ്ജു ടെക്കി കൊണ്ടാവുന്ന സഹായം സഞ്ജു ടെക്കി ചെയ്തിരിക്കുകയാണെങ്കിൽ ഇടല, അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടാവുന്ന സഹായം പുള്ളിക്കാരൻ ചെയ്യും വൈകാതെ തന്നെ. അപ്പോൾ സഞ്ജു ടെക്കിക്ക് ഒരു നിയമപരമായ ഒരു പണി കിട്ടാൻ ചാൻസ് 100% ഉണ്ട്. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞാൽ കിട്ടും, ഉറപ്പാണ് ഇടല. എന്ന് വെച്ചാൽ നമ്മൾക്ക് കിലറുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചതായിക്കോട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നടന്മാരൊക്കെ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, അവരെ തമ്മിൽ പിന്നെ ഇപ്പോൾ പ്രശ്നമാണെങ്കിൽ കൂടി അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നൊന്നും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കൊണ്ട് സഞ്ജു ടെക്കിക്കും യൂസ് തന്നെയാണ്, മനസ്സിലായി? സഞ്ജു ടെക്കി ആണെങ്കിൽ ഇപ്പോൾ നീതു ബേബി ആണെങ്കിലും നീതു ബേബിയില്ല, അത് സഞ്ജു ടെക്കി വിളിക്കുന്ന പേരാണ്. നീതു എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിക്കാണെങ്കിൽ അവർക്കും ഒരു ഇത് തന്നെയാണ് ഇല്ലാട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോയിൽ അഭിനയിച്ചു ഒരു പോപ്പുലർ ആയിട്ടൊരു സംഭവത്തിൽ അഭിനയിച്ചു എന്നുള്ളത് അവർക്കും ഒരു ഇതാണ്. അവരത് മനസ്സിലാക്കാതെ, ഇപ്പോൾ സഞ്ജു ടെക്കി അത് മനസ്സിലാക്കാതെ അതിനൊക്കെ ഒരു സ്ട്രൈക്ക് എന്ന കോപ്പിറൈറ്റും കൊടുത്തിട്ട് വീഡിയോ കളഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ സഞ്ജു ടെക്കി, മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും വൈകാതെ ഒരു പണി വരുന്നുണ്ട്. അപ്പോൾ സഞ്ജു ടെക്കി നിയമപരമായി ഞാൻ നേരിടും എന്നാണ് നമ്മുടെ ആ ഒരു ഇറ്റ്സ് മിസ്റ്റർ വി റിയാക്ട്സ് എന്നൊരു ചാനലിൽ പുള്ളിക്കാരൻ വിഘ്നേഷ് ഗിരീഷ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈകാതെ സഞ്ജു ടെക്കിക്ക് ഒരു പണി വരും. ഇനിയിപ്പോൾ സഞ്ജു ടെക്കിൻ്റെ ഒരു വീഡിയോ നമുക്കത് കാണാൻ പറ്റും, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ സഞ്ജു ടെക്കി ഞാൻ മച്ചന്മാർ ഇതാണ് ഗൈസ്, അങ്ങനെയായിരുന്നു പ്രശ്നം, ഇങ്ങനെയായിരുന്നു പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജു ടെക്കി ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് റിയാക്ട് ആയില്ല. ഇപ്പം ഇതാണ് ഞാനും പറയുന്നത്, ഞാനും പുള്ളിക്കാരുടെ കൂടെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു അച്ചീവ്മെന്റ്, ആളൊരു 18 വയസ്സിലാണ് ഇങ്ങനെ ഒരു സംഭവം അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയിരിക്കും, മനസ്സിലായില്ലേ? ഒരു ഏറ്റവും ചെറുപ്പക്കാരനായ മ്യൂസിക് കമ്പോസർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വമ്പനാണ് ഇല്ലാതെ. നമ്മൾക്ക് 18 വയസ്സിൽ എന്ത് ചെയ്തോ ആവും, അതൊന്നും ആയിക്കോട്ടെ ഇല്ലാട്ടല്ലേ. എന്തായാലും ഇത് ചെയ്തത് മോശമെന്ന് ഞാൻ പറയാറുള്ളൂ. സഞ്ജു ടെക്കി ചെയ്തത് മോശം തന്നെയാണ് ഇല്ലാട്ടല്ലേ. പുള്ളിക്കാരൻ അത് ചെയ്തതിനുള്ള ഒരു അർഹതയ്ക്കുന്ന ഒരു സമ്മാനം എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നിയമപരമായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇല്ലാട്ടല്ലേ. എന്തായാലും ഞാനും ഈ വിഘ്നേഷ് എന്ന ആളുടെ കൂടെയാണ് ഇല്ലാട്ടല്ലേ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ